ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീം കോടതിയിൽ. തെളിവ് ശേഖരണം ഉൾപ്പെടെ പൂർത്തിയായതിനാൽ കസ്റ്റഡി അനിവാര്യമല്ലെന്ന് വാദം. പ്രായവും ആരോഗ്യസ്ഥിതിയും പരിഗണിക്കണമെന്നും ആവശ്യം. 90 ദിവസം കഴിഞ്ഞും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം തേടി മുരാരി ബാബു കൊല്ലം വിജിലൻസ് കോടതിയിൽ. തന്ത്രി കണ്ഠരർ രാജീവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ SIT. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയിൽ സർക്കാർ പ്രതിപക്ഷ പോരിന് സാധ്യത. അടിയന്തര പ്രമേയ നോട്ടീസായി കൊണ്ടുവരാൻ പ്രതിപക്ഷം. പ്രതിപ്പട്ടികയിലുള്ളവരുടെ പാർട്ടി ബന്ധവും കടകംപള്ളിക്കെതിരായ പോറ്റിയുടെ മൊഴിയും ആയുധമാക്കാൻ പ്രതിപക്ഷം. പോറ്റിയോടൊപ്പമുള്ള സോണിയാഗാന്ധിയുടെ ഫോട്ടോയും തന്ത്രിക്ക് വാജിവാഹനം കൈമാറിയതും ഉന്നയിച്ച് പ്രതിരോധിക്കാൻ ഭരണപക്ഷം. നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ച ഇന്ന് തുടങ്ങും. ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജാമ്യ ഹർജിയിൽ ഇന്ന് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ വാദം. രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കാൻ ക്രൈംബ്രാഞ്ച്. ലൈംഗിക അതിക്രമ ആരോപണത്തെ തുടർന്ന് കോഴിക്കോട് യുവാവ് ജീവനൊടുക്കിയ കേസിൽ റിമാൻഡിലുള്ള ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം. ഡിജിറ്റൽ തെളിവുകൾ അടക്കം ശേഖരിക്കും. കുന്നമംഗലം കോടതിയിൽ ഷിംജിത ജാമ്യാപേക്ഷ നൽകും. നടിയാക്രമിച്ച കേസിൽ കോടതിയലക്ഷ്യ ഹർജികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ. പരിഗണിക്കുന്നത് ദിലീപ് നൽകിയ ഹർജികൾ. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള അമേരിക്കൻ നീക്കത്തെ എതിർത്ത യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ അധിക തീരുവ ചുമത്താനുള്ള നീക്കം ഉപേക്ഷിച്ച് ഡൊണാൾഡ് ട്രംപ്. ഗ്രീൻലാൻഡിന് വേണ്ടിയുള്ള കരാറിന്റെ കരട് ചട്ടക്കൂട് തയ്യാറെന്ന ട്രംപ് തീരുമാനം നാറ്റോ ജനറലുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം. ഇന്ത്യ പാക് യുദ്ധം നിർത്തിയത് താനെന്ന് ദാവോസിലും ആവർത്തിച്ച് ട്രംപ്. T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡിനെ കീഴടക്കി ടീം ഇന്ത്യ. വിജയം 48 റൺസിന്. ഇന്ത്യൻ ഇന്നിംഗ്സിന് കരുത്തായത് അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ട് ബാറ്റിംഗ്.